പല ആളുകളും ചെയ്തിട്ടുള്ളതും പല ചാനലുകളിലും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു നല്ലൊരു പ്രെയർ, ഒരു അഫർമേഷൻ, അതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് ഹോ ഒപ്പനോ എന്ന പ്രെയർ. ആളുകളും പല വീഡിയോയിലും പറയുന്നത് 198 ദിവസം അല്ലെങ്കിൽ 128 ദിവസം 21 പ്രാവശ്യം വെച്ചുകൊണ്ട് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ 128 ദിവസം ഇത് 21 പ്രാവശ്യം വെച്ച് ഇത് ഏറ്റു പറയാനാണ് പറയുന്നത്. പക്ഷെ പല ആളുകളും ഇത് ചെയ്തു കഴിയുമ്പോൾ പകുതിയാകുമ്പോൾ ഫലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനിപ്പോൾ അതിന്റെ യഥാർത്ഥ സത്യമാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് വളരെയധികം ഫലം തരുന്ന ഒരു പ്രെയർ തന്നെയാണ് എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റാബിലിറ്റി വരുന്നവരെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴാണ് സ്റ്റാബിലിറ്റി വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് നിങ്ങളുടെ കടങ്ങളെല്ലാം, നിങ്ങൾ കടബാധ്യതയുള്ള ഒരു വ്യക്തിയാണ്, കടങ്ങളെല്ലാം അവസാനിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് മണി സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അധികം ബാധ്യതകളില്ലാത്ത ഒരു നിലയിലേക്ക് നിങ്ങൾ വരികയാണെന്നിരിക്കട്ടെ. അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി വന്നു തുടങ്ങുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അഫർമേഷൻ വളരെയധികം ഇഫക്റ്റീവാണ്. അത് നിങ്ങളത് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, ബിലീവ് ചെയ്യുക, വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണ് അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം 21 പ്രാവശ്യം വെച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഫിനാൻഷ്യൽ ആയിട്ടുള്ള നേട്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് മണി നിങ്ങളുടെ കയ്യിലെടുത്തിട്ട്, അതായത് കറൻസി നിങ്ങളുടെ കയ്യിൽ എടുത്തിട്ട് ആ കറൻസിയിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ ഈ അഫർമേഷൻ പറയുക. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നുള്ള അഫർമേഷൻ പറയുക. അതുപോലെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ഒരു വെഹിക്കിളാണോ, വെഹിക്കിളാണെങ്കിൽ ഒരു കാറാകാം അല്ലെങ്കിൽ ഒരു മോട്ടോർ ബൈക്ക് ആവാം. ഇതിന്റെ ഒരു പിക്ചർ എടുത്തിട്ട് ആ പിക്ചറെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറയുക, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് നിങ്ങൾ പറയേണ്ടത് 128 ദിവസമല്ല, 21 പ്രാവശ്യം വെച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് ലഭിക്കാൻ ഒരു സാധ്യത പതിയെ വന്നു തുടങ്ങും. ആ വന്നു തുടങ്ങി അത് വാങ്ങിച്ച് കഴിയുന്നത് വരെ നിങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇങ്ങനെ എന്ത് കാര്യങ്ങളും, ഇപ്പോൾ ഒരു വീടാകാം, ആ വീടിന്റെ ഒരു പിക്ചർ നിങ്ങൾ കട്ടൗട്ട് വെട്ടിയെടുത്തിട്ട് ഒരു ഇമേജ് വെട്ടിയെടുത്തിട്ട് അതിൽ നോക്കിക്കൊണ്ട് പറയുക, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. വളരെ ഇഫക്റ്റീവായിട്ടൊരു അഫർമേഷൻ തന്നെയാണത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ നെഗറ്റീവായി ചിന്തിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ പ്രെയർ പറഞ്ഞാൽ മതിയോ, ഹാർഡ് വർക്ക് ചെയ്യണ്ടേ, മണി വേണ്ടേ, അതില്ലാതെ എങ്ങനെ ഇത് നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നത്, അല്ലാതെ നിങ്ങൾ കുറെ അഫർമേഷൻ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ എന്ന് നെഗറ്റീവായിട്ടുള്ള ആളുകൾ ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല. ആദ്യം തന്നെ നമ്മൾ ഈ പ്രെയറിനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അതിനെ ട്രസ്റ്റ് ചെയ്യുക, ബിലീവ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പ്രെയർ തന്നെയാണ്. അത് എല്ലാ ചാനലിലും ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വലിയ വേർഡിൽ ഞാൻ തന്നെ എഴുതി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരികയാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് നിങ്ങൾ പറയുക. അപ്പോൾ ഈ അഫർമേഷൻ വളരെയധികം ഇഫക്റ്റീവാണ്. പക്ഷെ നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങളത് ബാൻഡ് ചെയ്തരുത്, റിജക്റ്റ് ചെയ്യരുത്. പകരം നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റാബിലിറ്റി വരുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഇത് അട്രാക്റ്റ് ചെയ്ത് വരുന്നതാണ്. അതൊരു പക്ഷേ മണി ആയിരിക്കാം, നിങ്ങൾക്ക് നല്ലൊരു കരിയർ ആയിരിക്കാം, ഒരു വെഹിക്കിളായിരിക്കാം, ഒരു ഹൗസ് ആയിരിക്കാം, ഹോം ആയിരിക്കാം. ഇതെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെ ഇഫക്റ്റീവാണ്. അതുപോലെ യൂണിവേഴ്സുമായിട്ട് നല്ല കണക്ഷൻ ഉള്ള ഒരു പ്രെയർ, ഒരു അഫർമേഷൻ തന്നെയാണത്. സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് യൂണിവേഴ്സുമായിട്ട് വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉള്ള, കണക്ഷനുള്ള ഒരു പ്രെയർ തന്നെയാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കുക. ഞാൻ നിങ്ങൾക്കിത് ട്രസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ.